സംസ്ഥാന സർക്കാരിൻ്റെ ശ്രമങ്ങൾക്ക് തുരങ്കം വയ്ക്കാനായിട്ട് വ്യാജ വാർത്തകളുമായി ഒരു വിഭാഗം മാധ്യമങ്ങൾ ഈ ഓണാഘോഷം അടിച്ചുപൊളിക്കുകയാണ്. ഈ ഓണാവധിയുടെ ദിവസങ്ങളിലെല്ലാം ഓരോ പൊടിപ്പും തൊങ്ങലും വെച്ച് ചില മാധ്യമങ്ങൾ നിർമ്മിക്കുന്ന വാർത്തകൾ ഇടത് സർക്കാരിനെ തകർക്കാനുള്ള ഗൂഢശ്രമങ്ങളുടെ ഭാഗമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി. പ്രതീക്ഷിക്കുന്ന ചെലവുകളും വരാനിരിക്കുന്ന അധിക ചെലവുകളും അടക്കം ഉൾപ്പെടുത്തി അടിയന്തര സഹായം തേടി കേന്ദ്രത്തിന് സമർപ്പിച്ച നിവേദനത്തെ ദുരന്ത മേഖലയിൽ ചെലവഴിച്ച പെരുപ്പിച്ച തുകയുടെ കള്ളക്കണക്കെന്ന് പറഞ്ഞായിരുന്നു ചില ചാനലുകളുടെ കുപ്രചാരണം നടന്നത്. ഇത് ഏറ്റുപിടിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ പ്രസ്താവനയുമായി UDF, BJP നേതാക്കളും രംഗത്തിറങ്ങി. സമാനതകളില്ലാത്ത ദുരന്തത്തിന് കേരളം സാക്ഷ്യം വഹിച്ചിട്ട് 50 ദിവസമാണ് ഇപ്പോൾ പിന്നിട്ടത്. ഈ പറയുന്ന ദുരന്തത്തിൻ്റെ 10ാം ദിവസം കേന്ദ്ര ഉന്നതതല സംഘവും 11ാം ദിവസവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വയനാട് നേരിട്ട് സന്ദർശിച്ചിരുന്നു. കൽപ്പറ്റയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിവേദനം നൽകിയത്. എന്നാൽ വിശദമായ നിവേദനം നൽകാൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. തുടർന്ന് നൽകിയ നിവേദനത്തിൽ മുണ്ടക്കയിലുണ്ടായ നഷ്ടവും ദേശീയ ദുരന്ത പ്രതികരണ നിധി അതായത് NDRFൻ്റെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി കേരളത്തിന് ആവശ്യപ്പെടാവുന്ന തുകയുടെയും അതിൻ്റെ ഇനം തിരിച്ച് നൽകി. ഇങ്ങനെയാണ് വൻതുക ചെലവഴിച്ചുവെന്ന് സർക്കാർ കള്ളക്കണക്ക് എഴുതിയതായി പ്രചരിപ്പിച്ച് ഒരു വിഭാഗം മാധ്യമങ്ങൾ രംഗത്തെത്തിയത്. ഉണ്ടായ നഷ്ടത്തിൻ്റെ 1/4 പോലും കേന്ദ്ര മാനദണ്ഡ പ്രകാരം കിട്ടില്ലെന്ന് ഇരിക്കെയാണ് മാധ്യമങ്ങളുടെ കേരള വിരുദ്ധത. NDRF മാനദണ്ഡം അനുസരിച്ച് പൂർണ്ണമായി തകർന്ന വീടിന് 1.3 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം. എന്നാൽ വയനാട്ടിൽ ദുരന്തബാധിതർക്ക് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതാകട്ടെ 10 ലക്ഷം രൂപയുടെ വീടാണ് കിട്ടുന്നത്. അതായത് എന്നാൽ ഈ തുകയ്ക്ക് കിട്ടുന്നതോ ഇതിനായി ആവശ്യമായ തുകയുടെ 8/1 മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ് തരാൻ പോകുന്നത്. ഇതുവരെ തന്നിട്ടില്ല, തരാൻ പോകുന്നത്. അതായത് ഇതുൾപ്പെടെ വിവിധ ഇനങ്ങളിലായി 1202 കോടി രൂപയുടെ പ്രാഥമിക സഹായമാണ് കേരളം ആവശ്യപ്പെട്ടത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സെപ്റ്റംബർ 6 ഉത്തരവിലും സർക്കാർ സമർപ്പിച്ച നിവേദനം വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 10 ദിവസം മുമ്പ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച രേഖ പുതിയതെന്തോ എന്ന തരത്തിലാണ് മാധ്യമങ്ങൾ അവതരിപ്പിച്ചത്. BJP അനുകൂല മാധ്യമങ്ങളായ ഏഷ്യാനെറ്റും മാതൃഭൂമിയുമാണ് ഈ പ്രചാരണത്തിന് ആദ്യമേ തുടക്കമിട്ടത്. മറ്റ് ദൃശ്യ മാധ്യമങ്ങളും പിന്നാലെ ഏറ്റെടുത്തു. ദുരന്തം കഴിഞ്ഞ് 50 ദിവസമായിട്ട് 1 രൂപ പോലും അനുവദിക്കാത്ത കേന്ദ്ര നിലപാട് മറച്ചുവെക്കുകയും ഇവർ ചെയ്തു. അത് വളരെ വ്യക്തമായിട്ട് തന്നെ ചെയ്തു. മാധ്യമങ്ങൾക്ക് പിന്നാലെ സർക്കാരിനെതിരെ മുസ്ലിം ലീഗ് നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടി, PMA സലാമും എന്നിവരെയും അതുപോലെ തന്നെ BJP നേതാവ് V മുരളീധരനും പ്രസ്താവനയുമായി രംഗത്തെത്തി. തെറ്റായ വാർത്ത തിരുത്തണം എന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നായിരിക്കണം 24 ന്യൂസ് ഇന്ന് രാവിലെ ഈ വാർത്ത ശ്രീകണ്ഠൻ നായർ തിരുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിത് തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടായിരുന്നു. കൂടുതൽ വിശദമായി പഠിച്ചപ്പോൾ സർക്കാർ പറഞ്ഞതാണ് ശരിയെന്നും ഞങ്ങൾക്ക് തെറ്റ് പറ്റിയെന്നും വ്യക്തമായിക്കൊണ്ട് ശ്രീകണ്ഠൻ നായർ തന്നെ വളരെ ലൈവായി തന്നെ രംഗത്തെത്തി കാര്യങ്ങൾ വിശദീകരിച്ചു. ഏതായാലും തെറ്റ് തിരുത്താൻ തയ്യാറായതിൽ അഭിനന്ദനം. പക്ഷേ സർക്കാരിന് ഏൽപ്പിക്കാവുന്ന പരമാവധി കളങ്കം ഏൽപ്പിച്ച ശേഷമാണ് ഈ ഒരു നടപടി എന്നുള്ളത് വളരെ ദുഃഖകരമാണ്. വയനാട് മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് വിവിധ ഇനത്തിൽ ചെലവഴിച്ച തുക എന്ന തരത്തിലുള്ള തെറ്റായ വാർത്തകൾ മാധ്യമങ്ങൾ തിരുത്തണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ നേരിട്ട് രേഖാമൂലം ആവശ്യപ്പെട്ടു. മാനദണ്ഡമനുസരിച്ച് തയ്യാറാക്കിയ നിവേദനത്തെയാണ് കണക്കുകൾ പെരുപ്പിച്ച് കാട്ടിയതാക്കിയുള്ള പ്രചാരണം നടക്കുന്നത്. വയനാടിൻ്റെ പുനർനിർമ്മാണത്തിന് സംസ്ഥാനം ആവിഷ്കരിക്കുന്ന പ്രവർത്തനങ്ങളെ തകർക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള നീക്കം മാത്രമാണിത്. ദുരിതബാധിതർക്ക് അർഹതപ്പെട്ട സഹായം നിഷേധിക്കാനുള്ള ഗൂഢനീക്കമായി വേണം ഈ പറയുന്ന കുപ്രചാരണങ്ങളെ കാണാൻ. അതായത് NDRF മാനദണ്ഡം അനുസരിച്ച് തയ്യാറാക്കിയ അസസ്മെൻറ്റ് ചൂരൽമല ദുരന്തത്തിൽ ആകെ ചെലവഴിച്ച തുകയോ നഷ്ടമോ അല്ല. ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് നഷ്ടപരിഹാരമായി കിട്ടേണ്ട തുകയുടെ ഏകദേശ രൂപമാണിത്. ദുരന്തമുണ്ടായ പ്രദേശത്തെ രക്ഷാപ്രവർത്തനവും പുനരധിവാസവും ഉൾപ്പെടെ മുന്നിൽ കണ്ടാണ് നിവേദനം തയ്യാറാക്കുന്നത്. ഇത് മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പിൽ തന്നെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടും പല മാധ്യമങ്ങളും ഇന്നും ഈ പ്രചാരണങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഖേദകരമാണ്. പ്രളയകാലത്ത് പോലും കേരളത്തെ സഹായിക്കാൻ തയ്യാറാകാതിരുന്ന ഗവൺമെൻറ് അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനത്തിന് ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിൻ്റെ വാടകയും പട്ടാളത്ത് ഉപയോഗിച്ചതിൻ്റെ പണവും എല്ലാം തിരികെ ചോദിച്ച അതേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയ തന്ത്രങ്ങളുടെ ഭാഗം BJP ഗവൺമെൻറ്റിൻ്റെ പുതിയ തന്ത്രത്തിൻ്റെ ഭാഗമാണ് കേരളത്തിലുണ്ടായ പുതിയ ഏറ്റവും വലിയ ഉരുൾപൊട്ടലായ
ചൂരൽമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൻ്റെ കൃത്യമായിട്ട് അതിൻ്റെ ആഘാതം നേരിട്ട് കണ്ട് മനസ്സിലാക്കി ചില നാടകങ്ങൾ നടത്തി പോയതല്ലാതെ യാതൊരുവിധ തീരുമാനമോ കാര്യങ്ങളോ നൽകിയിട്ടില്ല, അല്ലെങ്കിൽ അതിനൊരു വിശദീകരണം പോലും നൽകാൻ ഇവർ തയ്യാറായിട്ടില്ല. ഇതിനിടയിൽ കേന്ദ്രത്തിൻ്റെ മരവാഴകളായ ചിലരുടെ പരിഹാസം, ചില കേന്ദ്രമന്ത്രി സഹമന്ത്രിമാരുടെ പരിഹാസം മാത്രമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളെ, വിശിഷ്യ വയനാട്ടിലെ ജനങ്ങളെ ചതിക്കുന്ന തീരുമാനമെടുത്ത കേന്ദ്ര സർക്കാരും അതിന് കുടപിടിക്കുന്ന പ്രതിപക്ഷവും അതോടൊപ്പം ചേർന്ന് നിന്ന് എരിവും പുളിയും ചേർത്ത് അതിനെ പുകച്ച് കത്തിക്കുന്ന മാധ്യമങ്ങളും ഈ നാടിന് തന്നെ അപമാനമായി മാറിയിരിക്കുന്നു എന്ന് പറയാതെ വയ്യ.